ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് ആർക്കിടെക്ചർ സ്റ്റൈലുകൾ പരിചയപ്പെടാം. അതായത് ഇന്ന് മെയിനായിട്ട് ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് സ്റ്റൈലുകൾ ബ്രൂട്ടലിസം, നിയോ ക്ലാസിക്, പിന്നെ കൊളോണിയൽ സ്റ്റൈൽ, അതുപോലെ തന്നെ മോഡേൺ, അതുപോലെ ട്രോപ്പിക്കൽ ഡിസൈൻ. ഇത്ര ഡിസൈനുകളാണ് ഇന്ന് മെയിനായിട്ട് ആർക്കിടെക്ട്സ് ആയാലും ക്ലയന്റുകളായാലും ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഏതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്, ഏതൊക്കെയാണ് ഈ സ്റ്റൈൽ, ഇതിന്റെ എലമെന്റ്സ് എങ്ങനെയാണ്, ഇതിന്റെ ബഡ്ജറ്റിംഗ് എങ്ങനെ വരുന്നത്, ഇതെങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം, അതായത് നമ്മളെ ക്ലൈമറ്റിനും നമ്മളെ സൈറ്റ് കണ്ടീഷനും ഇതെങ്ങനെ ആപ്റ്റാവും, എങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. ബ്രൂട്ടലിസം എന്ന് പറഞ്ഞ സ്റ്റൈല് കുറച്ച് മോഡേൺ ആയിട്ടുള്ള സ്റ്റൈലും, അത് പൊതുവേ നമ്മൾ കമേഴ്ഷ്യൽ പ്രൊജക്ടുകൾക്ക് നമ്മൾ ചൂസ് ചെയ്യുന്ന സ്റ്റൈലുകളാണ്. നമുക്ക് അതിന്റെ കോസ്റ്റ് നമുക്ക് ഹൈ ആയിട്ടും ചെയ്യാം, ലോ കോസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടും നമുക്ക് ബ്രൂട്ടലിസം എന്ന് പറഞ്ഞ ഒരു സ്റ്റൈലിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. മെയിൻ ആയിട്ട് ആർക്കിടെക്ട്സ് ചൂസ് ചെയ്യുന്നത് ബ്രൂട്ടലിസം, കമേഴ്ഷ്യൽ, നമ്മുടെ ഓഡിറ്റോറിയങ്ങൾ. ഇതിൽ മെറ്റീരിയൽസും ബഡ്ജറ്റിങ്ങും നമുക്ക് കുറെ മോഡേൺ മെറ്റീരിയൽസുകൾ നമുക്ക് അവൈലബിൾ ആണ്. ആ മെറ്റീരിയൽസ് നമുക്ക് ചൂസ് ചെയ്തിട്ട് നമുക്കൊരു മീഡിയം റേഞ്ച് ആയിട്ടും കോസ്റ്റ് ഹൈ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. അത് ഡിപ്പെൻഡ്സ് മെറ്റീരിയൽ സെലക്ഷൻ ആണ്. പൊതുവേ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ കമേഴ്ഷ്യലാണ് ഈ ഒരു ഡിസൈൻ കൂടുതലായിട്ട് അഡോപ്റ്റ് ചെയ്യാറ്.